ഹായ് മക്കളെ, ഹാലോ അൽക്കീൻ ആൻഡ് ഹാലോ അരീൻ എന്ന ചാപ്റ്റർ സെറ്റാക്കാൻ പോകണം. ചാടി നിന്ന് ഓർഗാനിക്കോ എന്നും പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഒരു സ്വൈര്യമില്ല, എന്നാ പിടിക്കോ ഓർഗാനിക്. എടാ, ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സ് ലഭിക്കാൻ നിങ്ങൾ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഫ്രീ മെറ്റീരിയൽ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് ലഭിക്കും. മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്കറിയാം. ഇനി പ്ലേ സ്റ്റോർ ഇല്ല, പപ്പ റിച്ചാണ്, ആപ്പിൾ സ്റ്റോറാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ORG കോഡ് ചോദിക്കും. അപ്പോൾ ആ ORG കോഡിൻ്റെ ഭാഗത്ത് HGNTIB എന്നുള്ള ഈ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് CM അക്കാഡമിയുടെ ആപ്പായിട്ട് മാറും. ബാക്കി കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് വേറെ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളൊന്നുമില്ല, നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഹാലോ അൽക്കെയിൻ ആൻഡ് ഹാലോ അരീൻ. ഇതിൽ ഒരാൾ ഹാലോ അൽക്കെയിൻ ആണ്. ഇതിൽ ഹാലോ അൽക്കെയിൻ ഉണ്ട്, ഹാലോ അരീനും ഉണ്ട്. ആരൊക്കെയാണ് ഹാലോ അൽക്കെയിൻ, ആരൊക്കെയാണ് ഹാലോ അരീൻ എന്ന് മനസ്സിലാക്കുക. മോനെ, ഹാലജൻ ബെൻസീൻ റിങ്ങിനോട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്താൽ അത് ഹാലോ അരീനാണ്. അപ്പോൾ അതിലേതാണ് ഹാലോ അരീൻ? ഇയാളാണ് ഹാലോ അരീന്. കാരണം ഇവിടെ ഹാലജൻ ബെൻസീൻ റിങ്ങിനോട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആണ്. അല്ലാത്തതെല്ലാം ഹാലോ ആൽക്കെയിൻ ആണ്. അപ്പോൾ ഇവൻ ആരാ? ഹാലോ ആൽക്കെയിൻ. ഹാലോ ആൽക്കെയിൻ ആണ്. അപ്പോൾ ഇവൻ ആരാ? ഇവനും ഹാലോ ആൽക്കെയിൻ ആണ്. അപ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ഈ അവസാനത്തെ ആൾ ഹാലോ അരീനാണെന്ന്. അല്ല, ഇവിടെ ഹാലജൻ ഉണ്ട്, ബെൻസീൻ റിംഗ് ഉണ്ട് എന്ന് കരുതി ഹാലോ അരീൻ ആവില്ല. കാരണം ആ ബെൻസീൻ റിങ്ങും ഹാലജനും ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ഹാലജൻ ഡയറക്റ്റ് ആയിട്ട് ബെൻസീൻ റിങ്ങിനോട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഹാലോ അരീൻ ആവുക. 4 പ്രധാനപ്പെട്ട ടൈപ്പ് പേര് പഠിക്കണേ. ഒന്നാമത്തവൻ്റെ പേരാണ് വിനൈൽ ഹാലൈഡ്. വിനൈൽ ഹാലൈഡ്. രണ്ടാമൻ്റെ പേരാണ് അലൈൽ ഹാലൈഡ്. മൂന്നാമൻ്റെ പേരാണ് ഫിനൈൽ ഹാലൈഡ്. നാലാമൻ്റെ പേരാണ് ബെൻസൈൽ ഹാലൈഡ്. ഇവനൊക്കെ ആരാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചോ. എടാ, വിനൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ഡയറക്റ്റായി ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഹാലജൻ ഒരു ഡബിൾ ബോണ്ടുള്ള കാർബണിൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ വിനൈൽ ഹാലൈഡാണ്. ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ, ഇതല്ലേടാ ഡബിൾ ബോണ്ടഡ് കാർബൺ, അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിലാണ് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ പേരാണ് അലൈൽ ഹാലൈഡ്. പഠിക്കണേ. അപ്പോൾ വിനൈൽ ഡയറക്ട്ലി ഇൻ ടു ഡബിൾ ബോണ്ട്, അലൈൽ ഡബിൾ ബോണ്ടിൻ്റെ നെക്സ്റ്റ് പൊസിഷൻ. ഹാലജൻ ഡയറക്ട്ലി ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്താൽ ഫിനൈലാണ്. മറക്കരുതേ, ബെൻസൈൽ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകും. മാറി നിൽക്ക്. എടാ, ഫിനൈൽ എന്നാ പേര് പറയാം. എങ്ങനെയാ? ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്താൽ. ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലാണ് ബെൻസീൻ റിംഗ് ഉള്ളതെങ്കിലാണ് അവൻ്റെ പേര് ബെൻസൈൽ ഹാലൈഡ്. അപ്പോൾ അവൻ്റെ പേര് ബെൻസൈൽ ക്ലോറൈഡ്. ഇനി ഇവിടെ ബ്രോമിൻ ആണെങ്കിൽ ബെൻസൈൽ ബ്രോമൈഡ്. ഈ 4 ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അടുത്തതായിട്ടൊന്ന് ശ്രദ്ധിച്ചോട്ടടാ. ഇതാരാ? ആൽക്കഹോൾ. ഇതാരാ? ആൽക്കിൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ അരീൻ. എടാ, ഒരു ആൽക്കഹോളിനെ, ROH എന്ന് പറഞ്ഞ ആൽക്കഹോൾ ആണല്ലോ, ഇവിടെ മുതൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ആൽക്കഹോളാണ്. ആൽക്കഹോളിനെ ആൽക്കൈൽ ഹാലൈഡ് ആക്കി മാറ്റാൻ, ആൽക്കൈൽ ഹാലൈഡ് ആക്കി മാറ്റാൻ ഈ ദുനിയാവിൽ 6 റിയേജൻ്റ് ഉണ്ട്. മരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും എത്ര റിയേജൻ്റ് ഉണ്ട്? 5 7 എന്നൊക്കെ പറഞ്ഞാൽ കൊന്നുകളയും. 6 റിയേജൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ് 6 റിയേജൻ്റ്? ഇപ്പം പഠിച്ചോട്ടാ, പാട്ട് പാടിക്കേ. 1 HX, 2 NaBr(H2SO4), 3 റെഡ് ഫോസ്ഫറസ് ബാർ ഹാലജൻ, 4 PCl3, PCl5, SOCl2. മക്കളെ, ഈ 6 എണ്ണം പഠിക്കുക. പടച്ചോനെ, 6 എണ്ണമൊക്കെ പിന്നെ പഠിക്കണം. ഒന്ന് പറഞ്ഞു നോക്കാൻ എത്ര സമയം വേണം നോക്കിയേ. HX, NaBr(H2SO4), റെഡ് ഫോസ്ഫറസ് ബാർ X2, PCl3, PCl5, SOCl2. പറഞ്ഞു തീരാൻ ഒരു 5-10 സെക്കൻഡ് സമയം മതി. ആ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സാധനം പഠിക്കാത്തതിൻ്റെ പേരിൽ നിനക്ക് പരീക്ഷയ്ക്ക് തോൽക്കുകയാണെങ്കിൽ നീ തോൽക്ക്. നീയൊക്കെയാണ് തോൽക്കേണ്ടത്. പഠിക്കടാ, ഇരുന്ന് പഠിക്ക്. HX, NaBr(H2SO4), റെഡ് ഫോസ്ഫറസ് ബാർ X2, PCl3, PCl5 ആൻഡ് SOCl2. ഇപ്പം നിങ്ങളുടെ മനസ്സ് എന്തിനോ വേണ്ടി തുടിക്കുന്നില്ലേ? SOCl2 ഭയങ്കര ബെസ്റ്റ് റിയേജൻ്റ് ആണെന്നൊക്കെ പറയാൻ അവിടെ വെച്ചേക്കടാ. SOCl2നെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പേര് തയോണൈൽ ക്ലോറൈഡ് എന്നാണ്. തയോണൈൽ ക്ലോറൈഡ് എന്നാണ്. ഈ തയോണൈൽ ക്ലോറൈഡ് ആണ് നമ്മൾ ഈ 6 എണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് റിയേജൻ്റ്. ക്ലിയർ? എടാ, ROH ആൽക്കഹോളിലേക്ക് ഞാൻ തയോണൈൽ ക്ലോറൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, SOCl2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, കിട്ടുന്ന പ്രൊഡക്റ്റ് ശ്രദ്ധിക്കണേ. ഒരു RCl-ഉം കിട്ടും, SO2-ഉം കിട്ടും, HCl-ഉം കിട്ടും. ഈ റിയാക്ഷൻ്റെ പേര് ഡാർസൻസ് പ്രോസസ്സ് എന്നാണ്. ഓർക്കണേ, ഡാർസൻസ് പ്രോസസ്സ്. അപ്പോൾ തയനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞതോ അത് ഈ റിയേജൻറ്റിൻ്റെ പേര്. തയനൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് നടത്തപ്പെടുന്ന ഈ റിയാക്ഷൻ്റെ പേരാണ് ഡാർസൻസ് പ്രോസസ്സ്. ഇയാളാണ് ബാക്കിയുള്ളവരെക്കാൾ ബെസ്റ്റ്. വൈ? ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഇയാളാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. ബാക്കി 2 ബൈ പ്രൊഡക്റ്റുകളും ഗ്യാസാണ്. അപ്പോൾ അവർ വിച്ച് വിൽ എസ്കേപ്സ് ഔട്ട്, പുറത്തേക്ക് പോയിക്കോളും. നമുക്ക് ആവശ്യമുള്ള ആൾ മാത്രം ആ ടെസ്റ്റ് ട്യൂബിൽ ബാക്കി കിട്ടും. അപ്പോൾ ആ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആളെ മാത്രം കിട്ടും. ബാക്കിയുള്ളിടത്തൊക്കെ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. പിന്നെ ആ ബൈ പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആളെ തരംതിരിച്ചെടുക്കാൻ അടുത്ത പരിപാടി നോക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ദാറ്റ്സ് വൈ SOCl2 ആണ് ഏറ്റവും ബെസ്റ്റ്. എന്തുകൊണ്ടാണ് ബെസ്റ്റ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് ദി ബൈ പ്രൊഡക്റ്റ് ആർ ഗ്യാസസ്, ദെർഫോർ നോ ഫർദർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ആർ നോട്ട് റിക്വയർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് റിയാക്ഷൻസ് കാണിക്കാം. ക്ലോറിനും HNUവും ആരോ മാർക്കിന് മുകളിൽ കണ്ടാൽ, ക്ലോറിനു പകരം ഏത് ഹാലജൻ ആയാലും മോനെ ഈ കാണുന്നതിൽ നിന്ന് ഏതെങ്കിലും ഹൈഡ്രജനൊക്കെ റിമൂവ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ കയറും.
ഇവിടുത്തെ ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിനെ ഞാൻ എ എന്ന് പേര് വിളിക്കുന്നു. ഇവിടുത്തെ ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിനെ ഞാൻ ബി എന്ന് പേര് വിളിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ റിമൂവ് ചെയ്താലോ അത് എ തന്നെ ആയിരിക്കും. കാരണം അവിടെ ക്ലോറിൻ വന്നാലും ഇവിടെ ക്ലോറിൻ വന്നാലും അത് ഫസ്റ്റ് പൊസിഷൻ തന്നെയല്ലേ എടാ. ഇവിടെ വന്നാലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണും, ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണും. അപ്പോൾ നമുക്ക് എ ഒന്ന് നോക്കാം. എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? ഇവിടുത്തെ ഒരു എച്ച് പോയിട്ട് അവിടെ ക്ലോറിൻ വരട്ടെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും CH3 CH2 CH2 Cl. അപ്പോൾ അവൻ്റെ പേര് 1 ക്ലോറോ പ്രൊപ്പൈൻ എന്നാണ്. ബി എങ്ങനെ ഉണ്ടാവുക? ഇവിടുത്തെ ഒരു എച്ച് പോയിട്ട് അവിടെ ക്ലോറിൻ വരട്ടെ. CH3 CH3 ഇവിടെ ക്ലോറിൻ എന്നുണ്ടാവും. എടാ മോനെ, ഈ പറഞ്ഞ റിയാക്ഷനില്ലേടാ ഹാലജനും സൺലൈറ്റ്, HNU എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. സൺലൈറ്റും വരുന്ന റിയാക്ഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇവിടെ ഇൻ്റർമീഡിയറ്റ്, ഇത് നോട്ട് ചെയ്യണേ, കാർബൺ ഫ്രീ റാഡിക്കൽ ആണ്. ഇൻ്റർമീഡിയറ്റ് ആരാണ്? കാർബൺ ഫ്രീ റാഡിക്കൽ. അതുകൊണ്ട് ഇതിനെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് +1 നമ്മൾ പേര് പഠിച്ചിട്ടുണ്ട്, വിട്ടേക്ക്. ഇൻ്റർമീഡിയറ്റ് ആരാണ്? കാർബൺ ഫ്രീ റാഡിക്കൽ. മറക്കരുത്, ഇൻ്റർമീഡിയറ്റ് കാർബൺ ഫ്രീ റാഡിക്കലാണ്. ഇതിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. മറക്കരുത്, ടെർഷറി സെക്കൻഡറി പ്രൈമറി ആണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേടാ, ഇയാൾ നോക്കിയാൽ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ പ്രൈമറി അല്ലേ, ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ സെക്കൻഡറി അല്ലേ. അങ്ങനെ പ്രൈമറി സെക്കൻഡറി നോക്കാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. ആ കാർബണിന് മറ്റെത്ര കാർബണുമായി ബന്ധമുണ്ട് നോക്കിയാൽ മതി. ഈ കാർബണിന് മറ്റൊരു കാർബണുമായ ബന്ധം, അതുകൊണ്ട് പ്രൈമറി. ഈ കാർബണിന് മറ്റു 2 കാർബണുകളുമായ ബന്ധം, അതുകൊണ്ട് ഇത് സെക്കൻഡറി. ആരാ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി പ്രൈമറി സെക്കൻഡറിയിൽ കൂടുതൽ? ആരാ? സെക്കൻഡറിക്ക്. അപ്പോൾ ഇത് 2 പ്രൊഡക്റ്റ് കിട്ടുമെങ്കിലും ഇവനായിരിക്കും ഇവിടെ മേജർ പ്രൊഡക്റ്റ്, ഇവനായിരിക്കും ഇവിടെ മൈനർ പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മേജർ ആരാ മൈനർ ആരാ എന്നൊക്കെ എഴുതി കൊടുത്താൽ അടിപൊളിയാവും. നെക്സ്റ്റ് നോക്കിക്കടാ, ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു റിയാക്ഷനാണ്. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ്റെ എണ്ണം ഡിഫറൻ്റ് ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HCl ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് കിട്ടുക? ആരോട് നമ്മൾ അഭിപ്രായം ചോദിക്കണം? ഇവിടെ നമ്മൾ മാർക്കോണിയോട് അഭിപ്രായം ചോദിക്കണം. മാർക്കോണിക്കോഫ്സ് റൂൾ നോക്കണം. എന്താണ് മാർക്കോണിക്കോഫ്സ് റൂൾ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട്, ഇതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് പറഞ്ഞാൽ Cl- അല്ലേ, വിൽ ഗോയിങ് ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ എണ്ണം കുറവുള്ള കാർബണിലേക്കാണ് നെഗറ്റീവ് ചാർജ്ഡ് പാർട്ട് പോവുക. അപ്പോൾ H ഇതാ ഇങ്ങോട്ട് വരും, ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് CH3 CH, ഇതാ ഇവിടേക്ക് ക്ലോറിൻ വരും, ഇത് സിംഗിൾ ബോണ്ട് ആകും, ഇവിടേക്ക് ഹൈഡ്രജൻ വരും. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് നടന്നാലോ? അതിൻ്റെ ഓപ്പോസിറ്റ് നടന്നാൽ അത് മാർക്കോണിക്കോഫ് റൂളിന് അഗെയിൻസ്റ്റ് ആണ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റും ഇവിടെ ഉണ്ടാകും. ഇവിടെ H വരും, ഇവിടെ Cl വരും. പക്ഷേ ഇയാൾ വളരെ മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ റിയാക്ഷനിൽ മൈ ആരാ എന്നൊക്കെ പറയാൻ നമ്മളെ സഹായിച്ച റൂൾ ഏതാ പറ? മാർക്കോണിക്കോഫ് റൂൾ. മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറഞ്ഞു നോക്കിയാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോയിങ് ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. എന്നാൽ ആഡ് ചെയ്യുന്നത് HBr ആണെങ്കിൽ, ലുക്ക് അറ്റ് മീ, വെരി ഇമ്പോർട്ടൻറ്റ്, HBr ആണെങ്കിൽ ആരോ മാർക്കിന് മുകളിൽ ഒരു പെറോക്സൈഡും ഉണ്ടെങ്കിൽ ഇതാരാ? ഹൈഡ്രജൻ പെറോക്സൈഡ്. പകരം സോഡിയം പെറോക്സൈഡ് തന്നാലും ബെൻസോയിൽ പെറോക്സൈഡ് തന്നാലും ഒക്കെ റിയാക്ഷൻ സെയിം തന്നെ. എടാ HBr ആഡ് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് എനി പെറോക്സൈഡ് അവിടെ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളാണ് നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് എങ്ങനെയാണോ മാർക്കോണി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് ബ്രോമിൻ അല്ലേ, വിൽ ഗോയിങ് ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നാൽ ഇത് മാർക്കോണി, അതിൻ്റെ ഓപ്പോസിറ്റ് വരിക. അപ്പോൾ H ഇതാ ഇങ്ങോട്ട് വരണം, എങ്ങോട്ടെങ്കിലും ഒരിടത്തേക്ക് പോകേണ്ടത്. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2Br എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റാണ് ഇവിടെ മേജർ പ്രൊഡക്റ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രൊഡക്റ്റ് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി ഞാൻ അവിടെ എഴുതിയിട്ട് സമയം കളയുന്നില്ല. ഇതേപോലെ അവിടെ ബ്രോമിൻ വരുന്ന പ്രൊഡക്റ്റ് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ വരിക? HBr ആഡ് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് എനി പെറോക്സൈഡ് വരുമ്പോൾ. മറക്കരുത്, പെറോക്സൈഡ് മസ്റ്റാണ്. ഇവിടെ നോക്കിയാടാ, പെറോക്സൈഡ് ആരോ മാർക്കിന് മുകളിലുണ്ട്. അപ്പോൾ ഇവിടെ മാർക്കോണിയാണോ ആൻറ്റി മാർക്കോണിയാണോ? ചിലർക്കൊക്കെ തോന്നും ആൻറ്റി ആണെന്ന്, പക്ഷേ ഇത് മാർക്കോണിയാണ്. കാരണം ഇവിടെ ആഡ് ചെയ്യുന്നത് HBr അല്ല, HCl ആണ്. അപ്പോൾ മാർക്കോണിയെ മാറിയിട്ട് ആൻറ്റി ആവണമെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. ആഡ് ചെയ്യുന്നത് HBr ആവണം ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡും വേണം. ഐ മീൻ ഏതെങ്കിലും ഒരു പെറോക്സൈഡ് വേണം. ഇത് 2-ൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ മാർക്കോണി തന്നെയാണ്. അപ്പോൾ ആരോ മാർക്കിന് മുകളിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് നിന്നെ പറ്റിക്കും. പക്ഷേ മാർക്കോണിക്കോഫ് റൂളാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോയിങ് ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന ഇതേ ടൈപ്പ് പ്രൊഡക്റ്റ് തന്നെയാണ് അവിടെ കിട്ടുക. HBr മാറിയാലും പെറോക്സൈഡ് മാറിയാലും ആൻറ്റി വർക്കാവില്ല. എടാ വളരെ ഫേമസ് ആയിട്ടുള്ള 2 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ആണ് ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ്. എടാ ഒരു റിയാക്ഷൻ്റെ പേരാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. നിങ്ങൾ ഒരുപാട് കേട്ടതാ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. മറ്റേ റിയാക്ഷൻ്റെ പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. ഓർക്കുന്നില്ലേ കുഞ്ഞെ? എടാ മോനെ, എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. X ഇങ്ങോട്ട് പോകും, I ഇങ്ങോട്ട് കയറും. X പോകണമല്ലോ, X അവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ RI എന്നുണ്ടാകും, ബൈ പ്രൊഡക്റ്റ് NaX എന്നുണ്ടാവും.
ക്ലിയർ അല്ലേടാ? അപ്പോൾ ഒരു ഹാലജൻ പോയി വേറൊരു ഹാലജൻ കയറി വരുന്ന റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഇതിനെ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്ന് പേര് വിളിക്കുന്നത്. എടാ, 2 ടൈപ്പ് ഓഫ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ഉണ്ട്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും ഉണ്ട്, സ്വാർട്സ് റിയാക്ഷനും ഉണ്ട്. അയഡിൻ ആണ് കയറി വരുന്നതെങ്കിൽ ആ റിയാക്ഷൻ്റെ പേരാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഫ്ലൂറിൻ ആണ് കയറി വരുന്നതെങ്കിൽ ദാ ഈ എക്സ് ഇങ്ങോട്ട് പോകുന്നു, ഫ്ലൂറിൻ ഇങ്ങോട്ട് കയറി വരുന്നു. അപ്പോൾ എന്താ കിട്ടുക? RFഉം AgXും വരും. ഫ്ലൂറിൻ ആണ് കയറി വരുന്നതെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് സ്വാർട്സ് റിയാക്ഷൻ. ഓക്കെ അല്ലേടാ? ഈ AgF മാത്രമല്ല കേട്ടോ ഇവിടെ പറ്റുക. COF2 എന്ന് പറയുന്ന ആൾ പറ്റും, HgF2 അല്ലെങ്കിൽ Hg2F2 എന്ന് പറയുന്ന ആൾ പറ്റും, SbF3 എന്ന് പറയുന്ന ആളൊക്കെ പറ്റും. ഫ്ലൂറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കുറേ റിയേജൻറ്റുകൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്. മോനെ, കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഫിംഗൽസ്റ്റീനും സ്വാർട്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഞാൻ ഇങ്ങനെയാണ് ഓർക്കാറ്, ഒന്നിരിക്കെ റിയാക്ഷനിൽ F ഉണ്ടാകും, അല്ലെങ്കിൽ പേരിൽ F ഉണ്ടാകും. അപ്പോൾ നോക്കിയേ, ഇവിടെ ആരാ കയറി വരണേ? X പോയിട്ട് I കയറി വരുന്നു, അവിടെ F ഉണ്ടോ? ഇല്ല. അപ്പോൾ റിയാക്ഷനിൽ F ഇല്ല, അപ്പോൾ പേരിൽ F ഉണ്ട്, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഓക്കെ, ഇവിടെ ആരാ? AgF, F ഇങ്ങോട്ട് കയറി വരുന്നത്, അപ്പോൾ ഈ X ഇങ്ങോട്ട് ഇറങ്ങിപ്പോണം. ഇവിടെ റിയാക്ഷനിൽ F ഉണ്ടോ? ഉണ്ട്, അപ്പോൾ ഇവൻ സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ അതിൽ F ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ലൊട്ടിലൊടുക്ക് പരിപാടി ഓർത്ത് വെക്കാറ്. നിങ്ങളെങ്ങനെയെങ്കിലൊക്കെ ഓർത്ത് വെക്കുക. മോനെ, വളരെ ഫേമസ് ആയിട്ടുള്ള 2 റിയാക്ഷൻ കൂടി പറഞ്ഞുതരാം. ഇതാരാണെന്ന് നിങ്ങൾക്കറിയാം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് കോപ്പർ സോൾട്ട്. ഹലോ, കോപ്പർ അല്ല, ആരാ? കോപ്പർ സോൾട്ട്. ആരാ? കോപ്പർ സോൾട്ട്. Cu2Cl2, കുപ്രസ് ക്ലോറൈഡ് എന്ന പേര്. ഇനി ഇതിനെ തന്നെ CuCl എന്നും കാണാം. പരീക്ഷയ്ക്ക് ഇനി CuCl എന്നാണ് കണ്ടതെന്നുണ്ടെങ്കിൽ തന്ത പറഞ്ഞില്ല എന്ന് പറയണ്ട, രണ്ടും ഒരാൾ തന്നെയാണ്. കോപ്പർ സോൾട്ടും HClയും യൂസ് ചെയ്താൽ കുഞ്ഞെ ബെൻസീൻ ഉണ്ടെങ്കിൽ N2Cl അങ്ങോട്ട് പോകും. നിങ്ങളോട് പറയാം, എന്നിട്ട് അവിടെ ക്ലോറിൻ അങ്ങോട്ട് കയറും. കളി മനസ്സിലായോ? എന്ന പോലെ തന്നെ കോപ്പറും HClലും ആണെങ്കിലും ബെൻസീൻ ഉണ്ടെങ്കിൽ N2Cl അങ്ങോട്ട് പോകും, പകരം അവിടെ ക്ലോറിൻ അങ്ങോട്ട് കയറും. ഇവിടെ നോക്കിയേ, ഹാലോവാരിൻസ് ഇങ്ങനെ ഉണ്ടാവണോ? എടാ, കോപ്പർ സോൾട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് സാൻ മേയേഴ്സ് റിയാക്ഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു വെച്ചോ, സാൻ മേയേഴ്സ് റിയാക്ഷൻ. കോപ്പർ സോൾട്ടിന് പകരം കോപ്പർ അഥവാ മെറ്റാലിക് കോപ്പർ, വെറും കോപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റർമാൻ റിയാക്ഷൻ എന്നാണ് റിയാക്ഷൻ്റെ പേര്. ഗെറ്റർമാൻ റിയാക്ഷൻ. പഠിക്കടാ, അണ്ണാക്ക് തൊട്ടാത്തങ്ങോട്ട് വിഴുങ്ങ് പഠിക്കേ. എടാ, വളരെ ഫേമസ് ആയിട്ടുള്ള 2 റിയാക്ഷൻ കൂടി അതിൻ്റെ കൂടെ ഞാൻ തരികയാണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് HbF4 ആഡ് ചെയ്താൽ N2Cl പോയിട്ട് പകരം അവിടെ ഫ്ലൂറിൻ വരും. Ki ആഡ് ചെയ്താൽ N2Cl പോയിട്ട് പകരം അവിടെ അയഡിൻ വരും. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പേരുള്ള 2 റിയാക്ഷൻ, സാൻ മേയേഴ്സ് റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും. മരിച്ചാലും മറക്കരുത്. ഓക്കെ അല്ലേടാ? ഡൈപോൾ മൊമെന്റ് ഓഫ് കാർബൺ ഹാലജൻ ബോണ്ട് NCERTയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത സാധനമാണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓർഡർ ഒരിക്കലും മറക്കാൻ പാടില്ല. എടാ, കാർബൺ ക്ലോറിൻ ബോണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെൻറ്റ്, പിന്നെ കാർബൺ ഫ്ലൂറിൻ ബോണ്ട്, പിന്നെ കാർബൺ ബ്രോമിൻ, പിന്നെ കാർബൺ അയഡിൻ. അതെന്താ സാറേ അങ്ങനെ എന്നൊക്കെ നീ ജൂണിലാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. പരീക്ഷൻ്റെ 2 ദിവസം മുമ്പാകുമ്പോൾ എനിക്ക് അതിന് നേരം ഉണ്ടാവില്ല. നീയും അതൊന്നും ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ആവണ്ട മോനെ. ഇനിയുള്ള 2 ദിവസം കൊണ്ട് ഞാൻ എന്നോട് പറയാം, നിനക്ക് അറിവിനേക്കാൾ പ്രാധാന്യം മാർക്കിന് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മാർക്ക് ഉണ്ടാക്കുക. എന്നിട്ട് നല്ല ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് അറിവുണ്ടാക്കുക. നല്ല ഡിഗ്രിക്ക് തന്നെ ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല. CM അക്കാഡമിയിൽ റിപ്പീറ്റ് ചെയ്യാൻ ജോയിൻ ചെയ്താലും മതി. MBBSോ എൻട്രൻസോ എഞ്ചിനീയറിങ്ങോ ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സർവീസ് ഞങ്ങൾ തരും. 100 കുട്ടികളിൽ 30 ആൾ ഇവിടെ MBBS വാങ്ങാറുണ്ട്. 1/3 വിദ്യാർത്ഥിക്ക് എൻട്രൻസ് കിട്ടി പോവാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 റാങ്കോ 5 റാങ്കോ 6 റാങ്കോ കണ്ടിട്ട് അങ്ങോട്ട് ഓടാൻ നിൽക്കണ്ട. അതേ ലെവലിൽ പഠിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ എൻട്രൻസ് കിട്ടുമായിരിക്കും. പക്ഷേ നിൻ്റെ ലെവലിൽ പഠിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക്, അഥവാ പിന്നാലെ കൂടി പറഞ്ഞു തന്നാലല്ലാതെ എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് CM അക്കാഡമിയാണ്. 100% ഷുവർ. കാരണം ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. ഡിസംബർ ആകുമ്പോഴേക്ക് പോർഷൻസ് തീർത്തിട്ട് നിൻ്റെ മെയിൻ എക്സാമിന് മുമ്പ് പല തവണ അടിപൊളി റിവിഷൻസ് നടത്തിയിട്ട് ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 40 നീറ്റ് മോഡൽ എക്സാം നടത്താനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. 40 നീറ്റ് മോഡൽ എക്സാം. 41ാമത്തെ നീറ്റ് മോഡലായിട്ടാണ് അവർ നീറ്റ് എഴുതാൻ പോണത്, ഒറിജിനൽ നീറ്റ് എഴുതാൻ പോണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഏറ്റവും ബെസ്റ്റ് സർവീസ് അത് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് എത്ര സ്കോളർഷിപ്പ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ശരി, അവിടുത്തെ റിസൾട്ട് നിന്നെ അട്രാക്ട് ചെയ്താലും ശരി, നിനക്ക് എൻട്രൻസ് കിട്ടാൻ, അതാണ് ഞാൻ പറയണത്, നിനക്ക് എൻട്രൻസ് കിട്ടാൻ ഞങ്ങളോളം സർവീസ് തരാൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. കാരണം എന്താ, ഞങ്ങൾ അത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അഡ്മിഷൻ എടുക്കുള്ളൂ. 210 വിദ്യാർത്ഥികളെ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 5000 അടച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ സീറ്റ് ബുക്ക് ചെയ്യാം. 8921040214 ഈ നമ്പറിൽ ഇന്നെ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അറേഞ്ച് ഇൻ ദി ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എടാ, ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ആണ്. മോളാർ മാസ് കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റും കൂടും. അപ്പോൾ കുഞ്ഞെ, ഇവിടെ CH3 CH3 എല്ലായിടത്തും CH3 ഉണ്ട്. ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ആരാ വലുത്? അയഡിൻ അല്ലേ വലുത്? അയഡിനാണ് മാസ് കൂടുതൽ. അപ്പോൾ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എന്നുള്ള ആൾക്കാരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അയഡിൻ ഉള്ള ആൾക്ക്, പിന്നെ ബ്രോമിൻ ഉള്ള ആൾക്ക്, പിന്നെ ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ, ഇങ്ങനെയാണ് ഓർഡർ വരിക. എന്നാൽ ഇത് നിങ്ങൾ +1 മുതൽ പറയുന്നതാണ്. ഇവിടെ 4 കാർബണും ക്ലോറിനും, ഇവിടെ 4 കാർബണും ക്ലോറിനും, ഇവിടെ 4 കാർബണും ക്ലോറിനും,
ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ട റൂൾ ഇതാണ്. ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രാഞ്ചിങ്. ബ്രാഞ്ചിന് എണ്ണം കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ അവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട് അല്ലേ? 2 ആൾ ബ്രാഞ്ച് പോലെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ബ്രാഞ്ച് പോലെ നിൽക്കുന്നുണ്ട്. ഇവിടെ ആരും ബ്രാഞ്ച് പോലെ നിൽക്കുന്നില്ല. അപ്പോൾ ബ്രാഞ്ചായി നിൽക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ബോയിലിംഗ് പോയിന്റ് കുറയും. അയാൾക്ക് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ്, ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്. ഇതിനെക്കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എടാ, ആൽക്കൈൽ ഹാലൈഡുകൾ വെള്ളത്തിൽ ഓൾമോസ്റ്റ് ഇൻസൊല്യൂബിൾ ആണ്, എന്തുകൊണ്ട്? പരീക്ഷയ്ക്ക് ചോദിക്കും. അതിനിപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് മാറ്റിയിട്ട് ആരെ ചോദിച്ചാലും ഉത്തരം എത്രയേ ഉള്ളൂ. വെള്ളത്തിൽ ഒരാൾ ഇൻസൊല്യൂബിൾ ആകുന്നത് ഇൻഎബിലിറ്റി ടു ഫോം ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതൊരു ട്രിക്കാണ്. നിന്നോട് ഏതൊരാൾ ആരാന്നൊന്നും നോക്കണ്ട, വെള്ളത്തിൽ ഇൻസൊല്യൂബിൾ ആണ്, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇൻഎബിലിറ്റി ടു ഫോം ഹൈഡ്രജൻ ബോണ്ടിങ്. അയാൾക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട്. വേറൊരാളെ കുറിച്ചിട്ട് പറയണേ, അയാൾ വെള്ളത്തിൽ സൊല്യൂബിൾ ആണല്ലോ, എന്തുകൊണ്ടായിരിക്കും? എബിലിറ്റി ടു ഫോം ഹൈഡ്രജൻ ബോണ്ടിങ്. അതിപ്പോൾ സൊല്യൂബിൾ ആണോ ഇൻസൊല്യൂബിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ പറഞ്ഞോളും. റീസൺ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് തൂക്കി അടിച്ചാൽ മതി. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മോനെ, ഞാൻ നിനക്ക് എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതിന് മുമ്പ് നീ ഇതൊന്ന് ശ്രദ്ധിക്ക്. ആരോ മാർക്കിന് മുകളിൽ കാണപ്പെടുന്ന 10 റിയേജൻ്റാണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. എടാ, H2O, NaOH, KOH, ഇതിലേത് വന്നാലും കിട്ടുന്ന പ്രൊഡക്റ്റ് ROH ആണ്. ROH. ഓക്കെ. NaCN വന്നാൽ RCN, KCN വന്നാൽ RCN, AgCN വന്നാൽ RNC, AG വന്നാൽ തിരിഞ്ഞു വരും. ഓക്കെ. NaNO വന്നാൽ RONO. ഓക്കെ. KNO വന്നാൽ RONO. ഇത് ഞാൻ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. AgNO വന്നാൽ RNO2. ആൻഡ് ഫൈനലി ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വന്നാൽ RH. ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ കോടാനുകോടി റിയാക്ഷൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സാറേ, കോടാനുകോടി വേണോ? ലക്ഷോപലക്ഷം പോരാ, കോടാനുകോടി തന്നെ വേണം. അതെന്താ അറിയോ? ഞാൻ കാണിച്ചു തരാം. 2 റിയാക്ഷനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുതരാൻ പോണേ. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചറപറ ഉണ്ടാക്കാൻ പറ്റും. നോക്കിയേടാ, ബെൻസിനെങ്കിൽ CH2Cl, ആരോ മാർക്കിന് മുകളിൽ NaOH. എന്താ പ്രൊഡക്റ്റ്? ഇവിടുത്തെ ഹാലജനെ കണ്ടെത്തുക, എടുത്തൊഴിവാക്കുക. ഹാലജൻ എടുത്തൊഴിവാക്കിയ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? ബെൻസിനെങ്കിൽ CH2 എന്നല്ലേ ഉണ്ടാവുക. എന്നിട്ട് അവിടെ എന്താ ചേർക്കേണ്ടതെന്നുള്ളത് ഈ ടേബിളിലുണ്ട്. NaOH ആണെന്നുണ്ടെങ്കിൽ ആറിൻ്റെ കൂടെ എക്സ്ട്രാ വരിക ആരാ? OH. ആ ക്ലോറിൻ പോയ സ്ഥലത്തേക്ക് OH ഇങ്ങോട്ട് ചേർക്കും. കഴിഞ്ഞു. അപ്പോൾ ഈ ടേബിൾ ഉണ്ടെങ്കിൽ ആ കാണുന്ന റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഈ റിയാക്ഷൻസ് ഇപ്പോൾ ബെൻസീനെങ്കിൽ CH2 പകരം എന്തോരം റിയാക്റ്റൻ്റ് എനിക്ക് ഉണ്ടാക്കാം. ഏത് ചോദിച്ചാലും ഈ ടേബിളിൽ നിന്ന് എനിക്ക് ഉത്തരം കാണാം. അടുത്ത നോക്കിയേ, ആരോ മാർക്കിന് മുകളിൽ AgCN ആണ്. അപ്പോൾ നീ മനസ്സിലാക്കുക, ഇവിടുത്തെ ഹാലജൻ പോയിട്ട് AgCN യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാലജന് പകരം NC വരും. ഹാലജൻ എവിടെ ഉള്ളത് നോക്കുക, അവിടെ NC വരും. CH3, CH3. ഇവിടെയാണ് ഹാലജൻ ഉണ്ടായിരുന്നത്, അവിടെ NC വരും. ഇനി ഞാൻ ഓരോന്ന് പറയാൻ നിൽക്കണോ? എന്തൊക്കെ വന്നാലും ഈ ടേബിൾ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് പ്രൊഡക്റ്റ് സിമ്പിളായിട്ട് കാണാൻ പറ്റും. എടാ, CN വരുന്നതും NC വരുന്നതുമായ കോമ്പൗണ്ടില്ലേ, NO2 വരുന്നതും ONO വരുന്നതുമായ കോമ്പൗണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ തരം തിരിഞ്ഞ് വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ആംബിഡെൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽ എന്നാണ്. ആംബിഡെൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽ മറക്കരുതേ. അപ്പോൾ 2 രൂപത്തിൽ തിരിഞ്ഞു വരാൻ, 2 ഡോണറാറ്റുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ആംബിഡെൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽ എന്നാണ്. മസ്റ്റ് ട്രൈ ഹാലോ ആൽക്കെയിനിലെ ബൺമസ്ക. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സാധനമാണ് SN1 SN2 റിയാക്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്. മോനെ, ഞാൻ വിദ്യാർത്ഥികളോട് പറയാറ് SN1 പഠിക്ക്, SN2 ഓർക്ക് എന്നാണ്. SN2 പഠിക്കണ്ട, അതിൻ്റെ കൂടെ അങ്ങോട്ട് ചാമ്പിയാൽ മതി. എടാ, SN1 ഫുൾ നെയിമാണ്. നിന്നോട് SN1 SN2 തമ്മിലുള്ള ഒരു 4 ഡിഫറൻസ് പറ എന്നൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദ്യമെങ്കിൽ 4ൽ നിർത്തരുത്. 1 2 3 4 5 6 6 ഡിഫറൻസ് ഞാൻ പഠിപ്പിക്കും. 2 എണ്ണം ചോദിച്ചാലും 4 എണ്ണം ചോദിച്ചാലും അങ്ങോട്ട് കൊടുക്കുക, 6 കൊടുക്കുക. സുന്ദരിക്ക് ഇഷ്ടപ്പെടട്ടെ. ഇതാ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. SN1 ഫുൾ നെയിമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. മറക്കരുത്, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. ഇനി ചില സ്കൂളുകളിൽ മോണോ മോളിക്കുലാർ എന്ന് പറയേണ്ട ഒക്കെ ഒന്ന് തന്നെ വിട്ടേക്ക്. എടാ, ഓർഡർ എത്ര? ഈ കാണുന്ന നമ്പർ ഇല്ലേടാ, ആ നമ്പറാണ് ഇയാളുടെ ഓർഡർ. അപ്പോൾ ഓർഡർ 1 ആണെങ്കിൽ സ്റ്റെപ്പിൻ്റെ എണ്ണം 2 ആയിരിക്കും. തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഓർഡർ 2 ആണെങ്കിൽ സ്റ്റെപ്പിൻ്റെ എണ്ണം 1 ആയിരിക്കും. 2 സ്റ്റെപ്പിലാണ് ഒരു റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് എന്തായാലും ഉണ്ടാകും. 2 സ്റ്റെപ്പിലാണെങ്കിൽ 2 സ്റ്റെപ്പിൽ നടക്കുമ്പോഴല്ലേ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുള്ളൂ. എന്താ ഇൻ്റർമീഡിയറ്റ്? ഒരു സ്റ്റെപ്പിൽ ഉണ്ടാവുകയും എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ യൂസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവണമെങ്കിൽ 2 സ്റ്റെപ്പ് മസ്റ്റ്. അപ്പോൾ 2 സ്റ്റെപ്പ് എന്ന് മനസ്സിലായപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. ആ ഇൻ്റർമീഡിയറ്റ് ആരാ? കാർബോ കാറ്റയോൺ. ആഹാ, വന്നല്ലോ വനമല. ആരാടാ? കാർബോ കാറ്റയോൺ. ലോകത്ത് എവിടെ? ലോകത്തൊരു റിയാക്ഷനിൽ കാർബോ കാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പൊന്നുമോനെ ഓർക്കണേ, ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ് അയാളുടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഇത് ഞാൻ മരിച്ചാലും മാറ്റി പറയില്ല.
ലോകത്ത് ഏതൊരു റിയാക്ഷനിൽ ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ഉണ്ടോ അവൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എന്നാണ്. ആൻഡ് ഫൈനലി സ്റ്റീരിയോ കെമിസ്ട്രി. ഇത് മാത്രം ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചു. എടാ SN1 സ്റ്റീരിയോ കെമിസ്ട്രി റെസിമൈസേഷനാണ്. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇത് അവിടെ നിന്ന് എഴുതി വെക്കണം. ഇൻവേർഷനും റിട്ടൻഷനും കൂടിയതാണ്. ഓക്കെ, ഇനി എടാ SN2 വാ. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ എന്നത് ബൈമോളിക്കുലാർ എന്നാവും, അല്ലെങ്കിൽ ഡൈമോളിക്കുലാർ എന്നാവും. ഓർഡറിൻ്റെ വാല്യൂ 2 എന്ന് വരും. നമ്പർ ഓഫ് സ്റ്റെപ്പ് 1 എന്ന് വരും. തിരിഞ്ഞു മറിഞ്ഞു വരും. ഒരു സ്റ്റെപ്പിൽ മാത്രം നടക്കുമ്പോൾ അവിടെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നോ ഇൻ്റർമീഡിയറ്റ്. അവിടെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവില്ല. അവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൺലി ട്രാൻസിഷൻ സ്റ്റേറ്റ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരും. അതൊരു ഇൻ്റർമീഡിയറ്റ് അല്ല, ഓർത്ത് നോക്കുക. അവിടെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇതിൻ്റെ റിവേഴ്സാണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി തിരിച്ചാ വരിക. ആൻഡ് ഫൈനലി സ്റ്റീരിയോ കെമിസ്ട്രി ഇൻവേർഷൻ ഓൺലി. അതൊക്കെ എന്താ സാറേ? ഞാൻ പഠിപ്പിച്ചൊരു മോനെ ഒന്ന് അടങ്ങ്. ഇൻവേർഷൻ ഓൺലി. എക്സ്പ്ലെയിൻ SN1 റിയാക്ഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്നൊക്കെ ചിലപ്പോൾ 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഭയങ്കര സംഭവം ക്വസ്റ്റ്യനായിട്ട് അവതരിപ്പിക്കപ്പെടാറുണ്ട്. ആൻസർ ഇതാ കണ്ടോ, ഞാൻ പഠിപ്പിച്ചുതരാം. എക്സ്പ്ലെയിൻ SN1 വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. എടാ SN1 ചോദിച്ചു കഴിഞ്ഞാൽ നീ മനസ്സിലാക്കുക, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള ആളാരാ? ടെർഷറിയാണ്. അപ്പോൾ ഒരു ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് SN2 ആണെങ്കിൽ ഏറ്റവും റിയാക്ടിവിറ്റി ഉള്ളത് പ്രൈമറിയാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എഴുതേണ്ടത് പ്രൈമറി ആയിരിക്കണം. ആദ്യത്തെ കാര്യം മനസ്സിലായില്ലേ? SN1 ചോദിച്ചാൽ എക്സാമ്പിൾ എഴുതേണ്ടത് ടെർഷറി, SN2 ചോദിച്ചാൽ എക്സാമ്പിൾ എഴുതേണ്ടത് പ്രൈമറി. ഇത് മറക്കരുതേ വരുന്നുണ്ട്. ഇവിടെ ചോദിച്ചത് SN1. അപ്പോൾ നിങ്ങളിവിടെ എക്സാമ്പിൾ എഴുതേണ്ടത് ടെർഷറി ആയിരിക്കണം. അതായത് ടെർഷറിയാണ്. അങ്ങനെയാണ് ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിന് മറ്റു 3 കാർബണുകളുമായി ബന്ധമുണ്ട്, CH3 ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട്. എന്നിട്ട് അവിടുത്തെ ക്ലോറിൻ പോയിട്ട് പകരം ഒരു OH- കയറി വന്നാൽ സ്വാഭാവികമായും അതെന്തായിരിക്കും? SN1 ആയിരിക്കും. കാരണം ഇയാൾ എന്തായതുകൊണ്ട്? ടെർഷറി ആയതുകൊണ്ട്. പകരം ഇവിടെ പ്രൈമറി ആയിരുന്നെങ്കിൽ അത് SN2 ആയിരിക്കും. അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. ഇനി പറമോനെ, SN1 എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ? 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോട്ടടാ. ഇതാ ഒരു കാർബൺ ഉണ്ട്, 3 CH3 ഉണ്ട്. ആ വീട്ടിലൊരു ക്ലോറിൻ ഇങ്ങനെ കൊലായ്മ ഇരിപ്പുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ, കഥ കേൾക്കണേ. അങ്ങനെ ക്ലോറിൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ 1, 2 പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ കാർബണും ക്ലോറിനും തമ്മിൽ അങ്ങോട്ട് തെറ്റി. ക്ലോറിൻ ഇറങ്ങിപ്പോയി. ക്ലോറിനാണ് ഇറങ്ങിപ്പോയടാ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ക്ലോറിൻ്റെ ഇറങ്ങിപ്പോക്ക്. അപ്പോൾ കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടില്ലേ? കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്ന ആളുടെ പേരാണ് കാർബോകാറ്റയോൺ. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് ആരാ? കാർബോകാറ്റയോൺ. കാരണം അയാളാണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നത്. കാർബോകാറ്റയോണിനെ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബോകാറ്റയോൺ. ക്ലോറിൻ എവിടെ? ക്ലോറിൻ പോയി, തെറ്റിപ്പോയി. പിന്നെ ഇയാൾ ഇങ്ങനെ കുറേ കാലമായിട്ട് ഏകാന്ത ജീവിതം നയിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് മനസ്സിനൊരു സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പരിസരത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് ഒരു OH-. ക്ലോറിൻ പോയ വാക്കൻസിയിലേക്ക് കയറാൻ വരികയാണ്. ആര്? OH-. അപ്പോൾ OH- ഇങ്ങനെ നോക്കിയപ്പോൾ ഈ വീട്ടിൽ ക്ലോറിൻ ഇല്ല. കാർബണിനോട് ആവശ്യം പറഞ്ഞു, ഞാനൊരു ബോണ്ട് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. കാർബൺ കാത്തിരിക്കല്ലേ, ക്ലോറിൻ പോയിട്ട് കാലം കുറയില്ലേ. കാർബൺ പറഞ്ഞു വാടാ. അപ്പോൾ കാർബണിനോട് ചോദിച്ചു, ഞാനിപ്പോൾ ഫ്രണ്ടിലൂടെ വരണോ അതോ ബാക്കിലൂടെ വരണോ? ഏതിലേക്കൂടെങ്കിലും വാ. കാരണം എന്താ? ആരും ഇല്ലല്ലോ ചോദിക്കാനും പറയാനും. ക്ലോറിൻ എന്നോ പോയില്ലേ. OH ദാ ഫ്രണ്ടിൽ കൂടെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിൽ കൂടെ അറ്റാക്ക് ചെയ്യാം. ഫ്രണ്ട് അറ്റാക്ക് പോസിബിളാണ്, ഫ്രണ്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ബാക്ക് അറ്റാക്ക് പോസിബിളാണ്. 2 അറ്റാക്ക് നടന്നാലും കിട്ടുന്ന പ്രൊഡക്റ്റ് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് ഞാനത് രണ്ടും രണ്ടായിട്ട് തന്നെ പറയണേ. എടാ കെമിസ്ട്രിയാണ് കേട്ടോ, കെമിസ്ട്രിയെക്കുറിച്ച് ചിന്തിക്കണേ. ഇതൊക്കെ അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ നാട്ടിലുണ്ടായി ഇത് നോക്ക്. എടാ ഫ്രണ്ടിലൂടെ OH വരാം, അല്ലെങ്കിൽ ബാക്കിലൂടെ OH വരാം. ഫ്രണ്ടിലൂടെയാണ് OH വരുന്നതെങ്കിൽ ഇതാ OH ഫ്രണ്ടിലൂടെയാണ് വരുന്നതെങ്കിൽ ഇതാ OH ഇങ്ങനെ ഉണ്ടാകും, ഫ്രണ്ടിൽ OH ഉണ്ടാകും. അപ്പോൾ ബാക്കി 3 മക്കൾ അഥവാ 3 CH3 ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കളി മനസ്സിലായില്ലേ? ഇനി ബാക്കിലൂടെയാണ് OH വരുന്നതെന്നുണ്ടെങ്കിലോ ഇതാ ബാക്കിലൂടെ OH വരുമ്പോൾ ഇതാ OH ഇവിടെയാണ് ഉണ്ടാവുക. ഇങ്ങനെ വരുമ്പോൾ OH ഇവിടെ ഉണ്ടാവും. അപ്പോൾ 3 CH3 അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3 CH3 ഇങ്ങോട്ടല്ലേ ഉണ്ടായിരുന്നത്. എൻഡ് ചെയ്യുമ്പോൾ 3 CH3 ഇങ്ങോട്ട് തന്നെ നിൽക്കുന്ന ഒരു ഫോർമാറ്റും ഉണ്ട്, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഫോർമാറ്റും ഉണ്ട്. ഇങ്ങോട്ട് നിൽക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടൻഷൻ. അതെന്താ? അതേ കോൺഫിഗറേഷൻ റീറ്റെയിൻ ചെയ്യപ്പെട്ടു. സെയിം കോൺഫിഗറേഷൻ ഈസ് റീറ്റെയിൻഡ് ഹിയർ. ബട്ട് രണ്ടാമത്തെ പ്രൊഡക്റ്റിൽ ദി കോൺഫിഗറേഷൻ ഈസ് ഇൻവേഴ്സ്ഡ്. ഇവിടെ ഇൻവേർഷൻ നടക്കും. ഇൻവേർഷൻ ക്ലിയർ അല്ലേടാ? അങ്ങനെ റിട്ടൻഷനും ഇൻവേർഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റെസിമൈസേഷൻ. നേരത്തെ ഞാൻ പഠിപ്പിച്ചു റെസിമൈസേഷൻ. അപ്പോൾ SN1 ആണെങ്കിൽ ഓർത്ത് വെച്ചോ, ക്ലോറിൻ ആ വീട്ടിൽ നിന്ന് എന്നോ തെറ്റിപ്പോയിട്ടുണ്ടാകും. അത് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇനി അത് മറക്കൂല. SN2 ആണ് ചോദ്യമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു മോനെ, SN2 ആണെങ്കിൽ നീ എഴുതുന്ന എക്സാമ്പിൾ പ്രൈമറി ആയിരിക്കണം. ദിസ് ഈസ് പ്രൈമറി, CH3Cl. ഇയാൾക്ക് മറ്റു കാർബണായിട്ടൊന്നും ബന്ധമില്ല. മീഥൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ സൂപ്പർ പ്രൈമറി എന്ന് പറയാം. OH- CH3 OH-ഉം Cl ആയിട്ട് മറന്നു. ഇവിടെ OH വരുന്നു, Cl പോകുന്നു. ഇതാണ് കഥ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഇത് SN2 ആയതുകൊണ്ട് ഇത് സിംഗിൾ സ്റ്റെപ്പിലേ നടക്കൂ. ഇതൊരൊറ്റ സ്റ്റെപ്പിലാണ് നടക്കണേ.
അപ്പോൾ എന്താ പരിപാടി എന്നറിയോ? കാർബൺ 3 ചെറിയ മക്കളുമായിട്ടും ഒരു ക്ലോറിനുമായിട്ടും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ പരിസരത്ത് OH ഇങ്ങനെ വട്ടമിട്ട് നടക്കുന്നത്. ആരെ നോക്കിയിട്ടാ? കാർബണിനെ. ഉറപ്പല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ട് പറ, ഈ OH ഈ കാർബണുമായിട്ട് എന്തെങ്കിലും ഒരു ഇടപാട് നടത്തണമെങ്കിൽ ഫ്രണ്ടിൽ കൂടെ വരുമോ അതോ ബാക്കിൽ കൂടെ വരുമോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം വന്നു. നിങ്ങൾ കെമിസ്ട്രിയാണ് കേട്ടോ ഈ പഠിച്ചുകൊണ്ടിരിക്കണം. എത്ര സിമ്പിളായിട്ടാണ് നിങ്ങൾ പഠിക്കണം നോക്കിയാൽ OH ബാക്കിൽ കൂടെ വരാൻ പറ്റുള്ളൂ. കാരണം എന്താ? കൊലായിൽ ക്ലോറിൻ ഇരിപ്പില്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റുമോ? അപ്പോൾ ക്ലോറിൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് OH ബാക്കിലൂടെ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ OH ഇങ്ങനെ പതുക്കെ കാർബണിനോട് ബാക്കിലൂടെ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഈ വിവരം ആര് മനസ്സിലാക്കി? ക്ലോറിൻ മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും ക്ലോറിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നുമോ? ക്ലോറിന് ഒരു മനമടുപ്പ് വരില്ലേ? ചെറിയ രൂപത്തിൽ ഈ കാർബൺ OHനോട് ഇങ്ങനെ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ചെറിയ രൂപത്തിൽ ആ ക്ലോറിൻ കാർബണുമായിട്ടുള്ള ബോണ്ടിനെ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ക്ലോറിൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. OH ബോണ്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കും. സ്വാഭാവികമായിട്ടും OH ഉണ്ടാക്കിയ ബോണ്ട് ഈ സൈഡിലായതുകൊണ്ട് 3 മക്കൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കളി മനസ്സിലായില്ലേ? കോൺഫിഗറേഷൻ നോക്കിയടാ, 3 ഇങ്ങോട്ട് നിന്നത്, 3 കംപ്ലീറ്റ്ലി അങ്ങോട്ടായി. ദിസ് ഈസ് കോൾഡ് ഇൻവേർഷൻ. ക്ലിയർ? ദിസ് ഈസ് കോൾഡ് ഇൻവേർഷൻ. പൊന്നുമോനെ കേൾക്കണേ, ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് അല്ല, ഇതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ അയാൾ കടന്നു പോകുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു എൻറ്റൈറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. OH ഇങ്ങനെ വരുന്നോടുകൂടെ ക്ലോറിൻ ഇങ്ങനെ പോകുന്ന അതിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥ നമ്മൾ കാണിച്ചതാണ്. ദിസ് ഇസ് നോട്ട് ആൻ ഇൻ്റർമീഡിയറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റെപ്പും അല്ല, ഇതൊരു കംപ്ലീറ്റ് സ്റ്റെപ്പാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥ, ഒരു പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള 5 വാലൻസിയുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തന്നതാണ്. SN1 ചോദിച്ചാലും SN2 ചോദിച്ചാലും അടിപൊളിയായിട്ട് എഴുതിക്കൊള്ളണം. മോനെ നോക്കടാ, ആരാ വന്നേക്ക് നോക്കി? ക്ലോറോബെൻസീൻ. ആരോ മാർക്കിന് മുകളിൽ ആരാ? NaOH. വീഡിയോ പോസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത്. നിനക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞത് തെറ്റാണ്. ഇവിടെ നോ റിയാക്ഷനാണ്. എടാ, ഹാലജൻ പോയിട്ട് പകരം അവിടെ OH വരിക എന്നുള്ളതാണല്ലോ നമ്മുടെ റൂള്. ഞാൻ എഴുതി തന്ന ടേബിളിൽ അങ്ങനെയാണല്ലോ ഉള്ളത്. ഹാലജൻ പോയിട്ട് പകരം NaOH യൂസ് ചെയ്യുകയാണെങ്കിൽ OH വരും. പക്ഷേ ഇതൊരു ഹാലോ അരീനല്ലേടാ. ഹാലജൻ ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എ ബെൻസീൻ റിംഗ്. അതുകൊണ്ട് ഇയാൾ ലെസ് റിയാക്റ്റീവ് ആണ്, വളരെ ലെസ് റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് നോർമൽ കണ്ടീഷനിലൊന്നും ഈ പരിപാടിയേ നടക്കില്ല. നോ റിയാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അവിടെ ഫോഴ്സ് ചെയ്യണം. NaOH കൊടുത്താലൊന്നും റിയാക്ഷൻ നടക്കില്ല. അതുകൊണ്ട് 623 കെൽവിൻ ടെമ്പറേച്ചറും കൊടുക്കണം, ഒരു 300 ATM പ്രഷറും കൊടുക്കണം, എന്നിട്ട് ഒരു H+ന്റെ പ്രസൻസും കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്താൽ ഈ ക്ലോറിൻ പോയിട്ട് പകരം അവിടെ OH ഉണ്ട് കയറും. അപ്പോൾ ഇയാൾ ഭയങ്കര കുറുമ്പനാ. വെറുതെ NaOH ഇട്ടാലൊന്നും ഈ റിയാക്ഷൻ നടക്കില്ല. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും കൊടുത്തു കഴിഞ്ഞാൽ ക്ലോറോബെൻസീൻ എന്തായി മാറി മോനെ? ഫീനോളായി മാറുന്നത്. ദിസ് റിയാക്ഷൻ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾക്കിടയിൽ വളരെ ഫേമസ് ആണ്. ദിസ് ഈസ് കോൾഡ് ഡൗസ് പ്രോസസ്. എന്താണ് പേര്? ഡൗസ് പ്രോസസ്. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ഡൗസ് പ്രോസസ്. ആക്ച്വലി ഡൗസ് പ്രോസസ് നടക്കുന്നത് 2 സ്റ്റെപ്പിലാണ്. അഥവാ ഇതിൽ NaOH 623 കെൽവിനും 300 ATM നമ്മൾ ആദ്യം കൊടുക്കും. അപ്പോൾ ഈ ക്ലോറിൻ പോയിട്ട് പകരം അവിടെ Na വരും. ഹലോ, എന്നിട്ട് അതിൽ Na പോയിട്ട് അത് OH ആക്കാനാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ H+ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ NaOH 623 കെൽവിൻ 300 ATM ആദ്യം കൊടുത്തിട്ട് Na ഉണ്ടാക്കിയിട്ടാണ് പിന്നെ H+ കൊടുക്കുക. അപ്പോഴാണ് അത് ഫിനോൾ ആവുക. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് സോഡിയം ഫിനോക്സൈഡ്. എന്താടാ? സോഡിയം ഫിനോക്സൈഡ് എന്നാണ് ഇവൻ്റെ പേര്. പിന്നെ അതിലേക്ക് H+ ഇട്ടാലാണ് ഫിനോൾ കിട്ടുക. അപ്പോൾ 2 സ്റ്റെപ്പിൽ തന്നിട്ട് ഇവിടെ A എന്നും ഇവിടെ B എന്നും തന്നാൽ തന്തെങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണ്ട, പഠിച്ചു വെച്ചു. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എടാ, ഇയാൾ ലെസ് റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ, ഇയാൾ കുറുമ്പനാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അയാളുടെ ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, എന്താ പറഞ്ഞത്? ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അറിയോ നിങ്ങൾക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ? NO2, COOH, CHO, CO, SO3H, CN, ഈ പറഞ്ഞ എല്ലാവരും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. പുറത്ത് വെച്ചേക്കണേ. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇയാളുടെ റിയാക്ടിവിറ്റി കുറച്ച് കൂടും. കഥ പറഞ്ഞേ, പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് ഇൻക്രീസസ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് SN റിയാക്ഷൻ. SN സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. SN റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതിൻ്റെ ഷോർട്ടാണ്. ഇവിടെ നോക്കിക്കടാ, പാരാ പൊസിഷനിൽ ഒരു NO2 ഉണ്ട്, റിയാക്ടിവിറ്റി കുറച്ച് കൂടും. അതുകൊണ്ട് റിയാക്ഷൻ എന്താ നോക്കിക്കോ, ബെൻസിൻ എങ്കിൽ ക്ലോറിൻ പോയി OH വരും, ഇവിടെ NO2 വരും. നിങ്ങൾ നോക്കിക്കടാ, NaOH വേണം. ഓക്കെ, 623 കെൽവിൻ ടെമ്പറേച്ചർ ഒന്നും വേണ്ട, 443 മതി. അപ്പോൾ അയാളുടെ കുറുമ്പ് കുറച്ച് കുറഞ്ഞു എന്നല്ലടാ അതിനർത്ഥം. കുറുമ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കുറച്ച് കൂടിയെന്നാ. പിന്നെ ഒരു H+ൻ്റെ പ്രസൻസ് വേണം. H+ എല്ലായിടത്തും വേണ്ടി വരും. അതെന്തിനാ നിങ്ങൾക്ക് അറിയില്ലേ? Na OH ആക്കാൻ. എന്നാൽ ഇവിടെ ഓർത്തോയിലും പാരയിലും NO2 ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ഓർത്തോയിലും പാരയിലും NO2 ഉണ്ട്. അപ്പോൾ അയാളുടെ കുറുമ്പ് ഒന്നുകൂടെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 368 കെൽവിൻ മതി. വാല്യൂ പഠിച്ചേക്ക്, 368 മതി, 443 അത്രയും വേണ്ട. ഇനി നോക്കിയേ, ഇവിടെ ഓർത്തോയിലും പാരയിലും എല്ലാ ഓർത്തോയിലും പാരയിലും ചറപറ NO2. അപ്പോൾ എന്ത് സംഭവിക്കും?
ഒറ്റയടിക്ക് റിയാക്ഷൻ നടക്കും. NaOHും H+ മാത്രം മതി, വേറെ ഒരു ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ വേണ്ട, റൂം ടെമ്പറേച്ചർ റിയാക്ഷൻ നടക്കും ബെൻസീൻ റിങ്ങിൽ. ഇവിടെയും NO2. ആ NO2 ഒക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുമെങ്കിലും ഇവിടുത്തെ ക്ലോറിൻ പോയിട്ട് പകരം അവിടെ OH പെട്ടെന്ന് വരും. ആൻഡ് ദിസ് ഈസ് കോൾഡ് പിക്രിക് ആസിഡ്. ഈ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് പിക്രിക് ആസിഡ്. ഇവിടുത്തെ പ്രൊഡക്റ്റ് ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ക്ലോറിൻ പോയി OH വരും, വേറെ പ്രത്യേകത ഒന്നുമില്ല. NO2 അവിടെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഹാലോ അരീൻസ് ലെസ് റിയാക്റ്റീവ് ആണ്. പക്ഷേ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അതിൻ്റെ ഓർത്തോ പാരാ പൊസിഷനിലുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ടിവിറ്റി കുറച്ച് കൂടും. മോനെ ഹാലോ അരീൻസ് ലെസ് റിയാക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ലെസ് റിയാക്റ്റീവ് ആണെന്ന് 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. വൈ? 4 റീസൺ ഒറ്റ സ്ട്രെച്ചിൽ എഴുതി തീർത്തോണം. ഇതങ്ങാനും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദ്യമൊക്കെ ഇതൊക്കെ തന്നെ വരട്ടെ, ചറപറ എഴുതിക്കൊള്ളണേ. 4 കാരണമുണ്ട്. എടാ ഒരു ഹാലോ അരീനെ ഞാനിവിടെ വൃത്തിയായിട്ട് എടുത്തു വെക്കുന്നുണ്ട്, ആവശ്യം വരും. ഇതാ ഹാലോ അരീൻ. ഇവിടുത്തെ ഈ ക്ലോറിൻ പോയിട്ട് അവിടെ വേറെ ആരെങ്കിലും വരില്ലല്ലേ ഈ പറയുന്ന റിയാക്ഷൻ. അപ്പോൾ ഈ ക്ലോറിൻ പോകണമെങ്കിൽ എൻ്റെ പൊന്നു മോനെ ഈ ബോണ്ട്, ഈ കാണുന്ന ബോണ്ടില്ലേടാ, ഈ ബോണ്ട് പൊട്ടണമല്ലോ. ആ ബോണ്ട് പൊട്ടണമെങ്കിൽ അത് വളരെ വീക്കാണെങ്കിലല്ലേ പൊട്ടുക. ഞാൻ പറയണത് മനസ്സിലാവണില്ലേ? എടാ വീക്കാണെങ്കിൽ പെട്ടെന്ന് പൊട്ടും, സ്ട്രോങ് ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടൂല. അത് പൊട്ടിയാലേ റിയാക്ഷൻ നടക്കുള്ളൂ. ഈ ബോണ്ട് നിങ്ങളോട് പറയാം ഇത് സ്ട്രോങ് ബോണ്ടാണ്. ഇത് സ്ട്രോങ് ആവാൻ 2 കാരണമുണ്ട്. ഹലോ, അതിൽ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോറിനിലെ ലോൺ പെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് ഇങ്ങനെ റെസൊണൻസ് ഉണ്ടാക്കും. റെസൊണൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം, +1 പഠിച്ചിട്ടുണ്ടാവും, സിംഗിൾ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. അപ്പോൾ അയാളുടെ ബോണ്ട് കുറച്ച് സ്ട്രോങ് ആകും. സ്ട്രോങ് ആയാൽ ആ ബോണ്ട് പൊട്ടാൻ പ്രയാസം. ബോണ്ട് പൊട്ടാതിരുന്നാൽ അയാളുടെ റിയാക്ടിവിറ്റി കുറയും, നേരത്തെ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ കാരണം? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാരണം ദി ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹാലജൻ ഈസ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ള ഒരു ബോണ്ട് ആയതുകൊണ്ട് ദാറ്റ് ബോണ്ട് ഈസ് വെരി സ്ട്രോങ്. ഞാൻ അതിൻ്റെ എന്താ പറയണേ, അതിൻ്റെ കോറാണ് കേട്ടോ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ കുറച്ച് പൊടിപ്പുന്നങ്ങളൊക്കെ ചേർത്തിട്ടൊന്ന് വൃത്തിയാക്കിയേക്കണേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേർത്താൽ വൃത്തി ആവില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. എന്താ കിട്ടുക നോക്കുക മോനെ. റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാരണം പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ദാറ്റ് ബോണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. അടുത്തത് നോക്കിക്കോട്ടെടാ, ഈ ഹാലോ അരീനിൽ ഈ കാർബൺ ഇല്ലടാ, ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണാണ്. sp2 അതൊന്നും എങ്ങനെ വന്നു എന്നൊന്നും ഞാനിപ്പോൾ പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല. എന്നാൽ ഇത് ഹാലോ ആൽക്കേനാണ്. ഹാലോ ആൽക്കേനിലെ ഈ കാർബൺ sp3 ആണ്. sp2 കാർബണുമായിട്ടുള്ള ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. അതാണ് രണ്ടാമത്തെ കാരണം. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ട്. ആരൊക്കെയാ? sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണും ഹാലജനും തമ്മിലുള്ള ഈ ബോണ്ട് സ്ട്രോങ് ബോണ്ടായിരിക്കും. ആരെക്കാളും sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണും ഹാലജനും തമ്മിലുള്ള ബോണ്ടിനേക്കാൾ സ്ട്രോങ്ങർ ആയിരിക്കും. അതുകൊണ്ട് ഇത് പൊട്ടാൻ പ്രയാസമാണ്. പൊട്ടിയാലേ റിയാക്ഷൻ നടക്കൂ. പൊട്ടാൻ പ്രയാസം ആയതുകൊണ്ട് റിയാക്ടിവിറ്റി കുറയും. പിന്നുള്ള 2 ഭയങ്കര സിമ്പിളാണ്. ഇവിടുന്ന് ക്ലോറിൻ പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന കാർബോകാറ്റയോൺ ബെൻസീൻ നിങ്ങൾ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക എന്ന കാർബോകാറ്റയോൺ അല്ലേ കിട്ടേണ്ടത്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിനൈൽ കാർബോകാറ്റയോൺ. ആ ഫിനൈൽ കാർബോകാറ്റയോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാർബോകാറ്റയോൺ NCERTയിലെ വേർഡാണ്. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാർബോകാറ്റയോൺ ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ടും ഈ റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഇല്ല. ആൻഡ് ഫൈനലി ലാസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ നോക്കിക്കോട്ടെ, ബെൻസീൻ റിങ്ങിൽ ഒരു ക്ലോറിൻ ഉണ്ട്. ബെൻസീൻ റിങ്ങിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന വട്ടം എന്താ? ഞാൻ പണ്ട് ക്ലാസ്സിൽ ചോദിച്ച പൊരുത്തം പറഞ്ഞു ഓക്സിജൻ. എൻ്റെ പൊന്നു മോനെ, അത് റെസൊണൻസ് കാരണം അവിടുത്തെ ഇലക്ട്രോൺസിനെ കാണിച്ചതാണ്. ഈ വട്ടം എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺസ് ആണ്, 6 ഇലക്ട്രോണുകളാണ്. അതിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ശാസ്ത്രലോകത്ത് എന്താ പേര് വിളിക്കാറിയോ? ഇലക്ട്രോൺ ക്ലൗഡ് എന്നാണ്. ബെൻസീനിൻ്റെ ഉള്ളിൽ പള്ള നിറച്ച് ഇലക്ട്രോൺസിൻ്റെ ക്ലൗഡ് ഉണ്ട്. അപ്പോഴാണ് അതിലേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ ഇങ്ങനെ വരാൻ നിൽക്കണേ. ന്യൂക്ലിയോഫൈലിന് എന്താണ് ചാർജ്? നെഗറ്റീവ് ചാർജ്. ബെൻസീനിന് എന്താ ചാർജ്? നെഗറ്റീവ് ചാർജ്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് അവരുടെ ഇടയിലുള്ള ഒരു ഫോഴ്സ്? എന്താ? അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ? റിപ്പൾഷൻ. നെഗറ്റീവും തമ്മിൽ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂക്ലിയോഫൈലിന് നെഗറ്റീവ് ചാർജ്, റിപ്പൾഷൻ ഉണ്ടാവും. അപ്പോൾ അയാളെ ഈ ബെൻസീനുകൾ അടുത്തേക്ക് അടുപ്പിക്കില്ല. അടുത്താലല്ലേ റിയാക്ഷൻ നടക്കും. നോക്കിക്കേടാ, റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ബെൻസീൻ റിംഗ്. ഇതാണ് 4ാമത്തെ റീസൺ. പഠിച്ചേക്കണേ പൊന്നുമോനെ, പരീക്ഷയ്ക്ക് ചോദിച്ചു കളയും. ആൽക്കഹോളിക് OH യൂസ് ചെയ്താലുള്ള റിയാക്ഷൻ്റെ പേരെന്താടാ? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓർ ഇറ്റ് ഈസ് കോൾഡ് ബീറ്റാ എലിമിനേഷൻ എന്നും പേരുണ്ട്. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓർ ഇറ്റ് ഈസ് കോൾഡ് ബീറ്റാ എലിമിനേഷൻ. മോനെ ശ്രദ്ധിച്ചോടാ, ആൽക്കഹോളിക് OH യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? എടാ, ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ പേരാണ് ആൽഫ. പഠിക്കണേ. തൊട്ടടുത്ത കാർബണിൻ്റെ പേരാണ് ബീറ്റ. അപ്പോൾ ഇവനും ബീറ്റയാണ്. ഇതിന് ഞാൻ β1 എന്നും ഇതിന് ഞാൻ β2 എന്നും പേര് വിളിച്ചു. എടാ, ആൽഫ കാർബണിൽ നിന്ന് ബ്രോമിനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോകും. എങ്ങനെയാടാ? ഒരു ഹൈഡ്രജനും ബ്രോമിനും ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. ബ്രോമിൻ എവിടുന്നാ പോവുക? അതിൽ ചർച്ചയൊന്നുമില്ല. ബ്രോമിൻ പോകാൻ ആകെ ഒരു സ്ഥലമേ ഉള്ളൂ, ആൽഫ. ഇത് ആൽഫയിൽ നിന്നാ പോവുക. ഹൈഡ്രജൻ എവിടുന്നാ പോവുക? ബീറ്റയിൽ നിന്ന് ഹൈഡ്രജനും പോകും. അപ്പോൾ ഒരു പ്രശ്നം, ഇവിടെ 2 ടൈപ്പ് ബീറ്റ ഇല്ലേ?
ഏത് ബീറ്റയിൽ നിന്ന് പോവുക എന്നത് നമുക്ക് തീരുമാനാക്കി തന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് സെയ്റ്റ്സഫ്. പഠിക്കണേ. 2 ടൈപ്പ് ബീറ്റാ കാർബൺ ഉണ്ടെങ്കിൽ, ഇഫ് ദർ ആർ, ഞാൻ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് എഴുതിക്കേ, ഇഫ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ബീറ്റാ കാർബൺസ്, 2 ടൈപ്പ് ബീറ്റാ കാർബൺ ഉണ്ടെങ്കിൽ അവിടെയാണ് സെയ്റ്റ്സഫ് റൂൾ വരിക. 2 ടൈപ്പ് ബീറ്റാ കാർബൺ, എലിമിനേഷൻ ഓഫ് ഹൈഡ്രജൻ ടേക്ക് പ്ലേസ് ഫ്രം ദി ബീറ്റാ കാർബൺ ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. എവിടെന്നാണ് ഹൈഡ്രജൻ പോവുക? ഹൈഡ്രജൻ എണ്ണം ഇവിടെയാണ് കുറവ്, അവിടെ നിന്നാണ് പോവുക. ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചൊരു ഡയലോഗ് ഉണ്ടാവും, ഇൻ സച്ച് എ വേ ദാറ്റ് മോർ സ്റ്റേബിൾ ആൽക്കീൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. നിങ്ങൾ സെയ്റ്റ്സഫ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതിക്കും, അത് വൃത്തിയുള്ള ആൻസറാണ്. എടാ, ഏറ്റവും കുറവ് എവിടെയാണോ ഹൈഡ്രജൻ അവിടെ നിന്നാണ് ഹൈഡ്രജൻ പോവുക. അപ്പോൾ ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോകും, അവർക്കിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവും, CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇവിടുന്ന് ബ്രോമിനും പോയി, ഇവിടുന്ന് ഹൈഡ്രജനും പോയി, അവർക്കിടയിൽ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. ഇവനാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. ഇനി അപ്പോൾ മേജർ ഉണ്ടെങ്കിൽ ഒരു മൈനർ ഉണ്ടാവുമല്ലോ. മൈനർ എങ്ങനെയായിരിക്കും? ബീറ്റ 1 നിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഹൈഡ്രജൻ പോയാൽ അവിടെ CH2 എന്നാകും. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ആകും, സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. കളി മനസ്സിലായില്ലേ? ഇവിടുന്ന് ഹൈഡ്രജനും ഇവിടുന്ന് ബ്രോമിനും പോയി, അവർക്കിടയിൽ ഡബിൾ ബോണ്ട് വന്നാൽ അത് മൈനർ പ്രൊഡക്റ്റ്. ഇതിലെ മേജർ ആരാ മൈനർ ആരാന്ന് പറഞ്ഞിരുന്ന റൂളിൻ്റെ പേരാണ് സെയ്റ്റ്സഫ് റൂൾ. പരീക്ഷയ്ക്ക് ചോദിക്കും, സെയിം എക്സാമ്പിൾ വെച്ച് ചോദിക്കും. സെയ്റ്റ്സഫ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനും നിന്നോട് പരീക്ഷയ്ക്ക് ചോദിക്കും. പൊന്നുമോനെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 റിയാക്ഷൻസ് അറിയില്ലേ? വുഡ്സ് റിയാക്ഷൻ ഉണ്ട്, ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്. 3ൻ്റെയും പ്രത്യേകത സോഡിയം ബാർ ഡ്രൈ ഈതറാണ് അതിൻ്റെ റിയേജൻറ്റ്. സിമ്പിളാ, എല്ലാം 2 മോളിക്യൂൾ ഉണ്ടാവും. ഇവിടുത്തെ ഹാലജൻ അങ്ങോട്ട് റിമൂവ് ചെയ്യുക, ഹാലജൻ റിമൂവ് ചെയ്യുക. എന്നിട്ട് കാണുന്ന എന്താ? 2 CH3 അല്ലേ? ആ 2 CH3 നേരെ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ ആണെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും എന്നതാണ് പ്രത്യേകത. ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. എന്നാൽ ഫിറ്റിക് റിയാക്ഷൻ ആണെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ അറൈൽ ഹാലൈഡ് ആയിരിക്കും, അഥവാ ഹാലോ അരീൻ ആയിരിക്കും. കണ്ടില്ലേ? ക്ലോറോ ബെൻസിൻ സെയിം പരിപാടി തന്നെ. ക്ലോറിൻ അങ്ങോട്ട് പോകും, 2 ബെൻസിൻ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നിൽക്കും. ദാ ഒരു ബെൻസിൻ ഇതാ അതിങ്ങനെ, അടുത്ത ബെൻസിൻ ഇതാ അതിങ്ങനെ, എന്നിട്ട് അവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഹാലോ ആൽക്കേൻ യൂസ് ചെയ്താൽ വുഡ്സ് റിയാക്ഷൻ, ഹാലോ അരീൻ യൂസ് ചെയ്താൽ ഫിറ്റിക് റിയാക്ഷൻ. ഒരു ഹാലോ ആൽക്കേനും ഒരു ഹാലോ അരീനും യൂസ് ചെയ്താലോ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ക്ലോറിൻ പോയി CH3 ബെൻസിൻ റിങ്ങും തമ്മിൽ, അപ്പോൾ അതാ ബെൻസിൻ റിങ്ങിൽ CH3 പരിപാടി കഴിഞ്ഞു, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. മനസ്സിലായോ? എടാ, ഹാലോ അരീനും ഹാലോ ആൽക്കൈനും മാറുന്നതിനനുസരിച്ച് പേര് മാറും. പ്രിപ്പറേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. എങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാക്കുക? പഠിച്ചോ. ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാക്കുക. എങ്ങനെയാണ് ഉണ്ടാക്കുക? അതിലേക്ക് മഗ്നീഷ്യം ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സോൾവെൻ്റ് ആയിട്ട് ഡ്രൈ ഈതറും യൂസ് ചെയ്യുക. കഴിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ MG ഇല്ലേടാ, ഈ MG കിടതാപ്പ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് കയറിയിരിക്കും, RMgX എന്നായി മാറും. ദിസ് ഈസ് കോൾഡ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഭയങ്കര എളുപ്പമുള്ള റിയാക്ഷനാണ്. ഇതൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ്. ഓർഗാനോ മെറ്റാലിക്. എന്താണ് ഈ ഓർഗാനോ മെറ്റാലിക്? ഒരു മെറ്റലും കാർബണും ഡയറക്റ്റ് ബോണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പേര് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ദാ CH3Cl വളരെ സിമ്പിളാണ്. മഗ്നീഷ്യവും ഡ്രൈ ഈതറും ഒന്നുമില്ല, MG ഇങ്ങോട്ട് കയറിയിരിക്കും, CH3 MgCl കണ്ടോ. അപ്പോൾ ഒരു മഗ്നീഷ്യം എന്ന മെറ്റലും കാർബണും തമ്മിൽ ഡയറക്റ്റ് ബോണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ദിസ് ഇസ് ആൻ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. സിമ്പിൾ. എടാ, ഇവിടുത്തെ എക്സ് ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. ആരാകുമ്പോഴാണ് ഈ റിയാക്ഷൻ്റെ ഓർഡർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? പഠിച്ചു വെച്ചോ. അയഡിൻ ആകുമ്പോഴാണ്. കാരണം അയഡിൻ വലിയ ആളാണ്, അപ്പോൾ ആ ബോണ്ട് വളരെ വലുതായിരിക്കും. വലിയ ബോണ്ടാണെങ്കിൽ വീക്ക് ബോണ്ടാണ്, പെട്ടെന്ന് പൊട്ടിക്കാനും അതിൻ്റെ ഇടയിൽ ആൾ വരാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് അയഡിനാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. ഓക്കെ അല്ലേടാ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ 10ാം ക്ലാസ് +1 മുതൽ നമ്മൾ കേൾക്കുന്ന ആളാണ്. ഈ ക്ലോറിൻ എന്ന് പറയുന്ന ആൾ ഓർത്തോ ഓർ പാരാ ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ ഇയാളുടെ ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോ ആണ് ഇനി ആൾ വരിക. ഇതാ ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോ. ഒന്ന് മാത്രം ഞാൻ വരച്ചുതരാം. ഇതാണ് ഓർത്തോ പൊസിഷൻ, ഇതാണ് പാരാ പൊസിഷൻ. ഏതെങ്കിലും ഒരു പൊസിഷനിലാണ് ആൾ വരിക. ആരാണ് വരിക എന്നത് ഈ റിയേജൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. എടാ, കോൺസെൻട്രേറ്റഡ് HNO3, കോൺസെൻട്രേറ്റഡ് H2SO4 ഏതാ റിയാക്ഷൻ? നൈട്രേഷൻ. ഫ്യൂമിങ് HNO3 എന്ന് ഒരുമിച്ചും നമ്മൾ എഴുതാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും മിക്സറിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂമിങ് HNO3. അപ്പോൾ ഇവിടെ കയറി വരുന്ന ആൾ NO2. എവിടെ വരും? ഒന്നിരിക്കൽ ഓർത്തോ അല്ലെങ്കിൽ പാര. ഇനി ഞാൻ ആരാ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ചിത്രം വരച്ച സമയം കളയുന്നില്ല. കോൺസെൻട്രേറ്റഡ് H2SO4 യൂസ് ചെയ്താൽ SO3H എന്ന് പറയുന്ന ആളാണ് കയറി വരിക. എവിടെ വരും? നേരത്തെ പറഞ്ഞ പോലെ. അവിടെ NO2 കിട്ടിയതിന് പകരം ഇവിടെ SO3H ആവും. വേറെ വ്യത്യാസമൊന്നുമില്ല. ക്ലോറിൻ ബാർ FeCl3, ക്ലോറിൻ വരും. CH3Cl അൻഹൈഡ്രസ് Cl3, ദിസ് ഇസ് കോൾഡ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. അവിടെ ആര് വരും? CH3 വരും. എന്നാൽ CH3COCl അൻഹൈഡ്രസ് Cl3 ആണെങ്കിൽ COCH3 എന്ന് വരും. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അപ്പോൾ ഈ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? ദ ക്ലോറോബെൻസിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഇവിടെ NO2 നിന്നതിന് പകരം COCH3 എന്ന് കയറുന്നു. വേറെ പ്രത്യേകത ഒന്നുമില്ല. ദ പാരയിലും കയറും.
2 ടൈപ്പ് പ്രൊഡക്റ്റ് ഔട്ട് ഉണ്ടാകും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഭയങ്കര സംഭവമാക്കാനൊന്നുമില്ല, കാലം കുറേയായിട്ട് ഇനിയും ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള സാധനമാണ്. അറേഞ്ച് ഇൻ ദി ഓർഡർ ഓഫ് SN1 ആൻഡ് SN2 ചാപ്റ്ററൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. SN1ൻ്റെ ഓർഡറും SN2ൻ്റെ ഓർഡറും. ക്ലോറിൻ അറ്റാച്ച് ചെയ്ത ഈ കാർബണിന് മറ്റൊരു കാർബണുമായി ബന്ധമുണ്ട്, സോ ദിസ് ഇസ് പ്രൈമറി. ക്ലോറിൻ അറ്റാച്ച് ചെയ്ത ഈ കാർബണിന് മറ്റ് 2 കാർബണുകളുമായി ബന്ധമുള്ളത് കൊണ്ട് സെക്കൻഡറി. ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിന് മറ്റ് 3 കാർബണുകളുമായി ബന്ധമുള്ളത് കൊണ്ട് ടെർഷറി. SN1ൻ്റെ ഓർഡർ ടെർഷറിക്കാണ് ഏറ്റവും കൂടുതൽ, സോ C ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ A. SN2ൻ്റെ ഓർഡർ പ്രൈമറിക്കാണ് ഏറ്റവും കൂടുതൽ, സോ A ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ C. ഭയങ്കര സംഭവമാക്കാനൊന്നുമില്ല, സിമ്പിൾ. പോളിഹാലജൻ കോമ്പൗണ്ട്സ് പരീക്ഷയ്ക്ക് ചോദിച്ചു കളയും. ഈ പറയുന്ന ആൾക്കാരുടെ ഒക്കെ യൂസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറിയാത്തവർ നോട്ട് ചെയ്തോടെ, കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വായിച്ചു പോകാം. CH2Cl2 മെത്തിലീൻ ക്ലോറൈഡ് എന്നാണ് പേര്. മെത്തിലീൻ ക്ലോറൈഡ് അല്ലെങ്കിൽ മെത്തിലീൻ ഡൈക്ലോറൈഡ് എന്ന് പേര് വിളിക്കും. മെത്തിലീൻ ഡൈക്ലോറൈഡ് അല്ലെങ്കിൽ ഡൈക്ലോറോമീഥൈൻ, ഇതൊക്കെ അയാളുടെ പേരാണ്. പെയിൻറ്റ് റിമൂവറായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്, എപ്പോഴും കാണുന്നൊരു യൂസാണ്. ക്ലോറോഫോം നിങ്ങൾക്കറിയാലോ, പേരറിയില്ലെങ്കിൽ എഴുതി വെച്ചോളണേ. ക്ലോറോഫോം അനസ്തെറ്റിക്കാണ്, ബോധം കെടുത്താൻ യൂസ് ചെയ്യുന്ന ആളാണ്. അയഡോഫോം കുട്ടികൾക്കൊക്കെ മുറിവുണ്ടാകുമ്പോൾ ഇട്ടെടുക്കുന്ന ഒരു വെളുത്ത പൊടിയാണ്, അത് ആൻറ്റിസെപ്റ്റിക്കാണ്. അത് എന്തുണ്ടാക്കില്ല, ആൻറ്റിസെപ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ തടയാൻ പറ്റുന്ന ആളാണ്. ഡ്യൂ ടു, എന്തുകൊണ്ടാണ് അയാൾ ആൻറ്റിസെപ്റ്റിക് ആയത് എന്നാണ് ചോദ്യമെങ്കിൽ, ഡ്യൂ ടു ലിബറേറ്റിംഗ് അയഡിൻ. അയാൾക്ക് അയഡിൻ ലിബറേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. ഇയാളല്ല ആൻറ്റിസെപ്റ്റിക്, ആക്ച്വലി അയാൾ ലിബറേറ്റ് ചെയ്യുന്നത് അയഡിനാണ്. അയഡിൻ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറാണ്, തീ അണയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ്. ആൻഡ് ഓൾസോ ദിസ് ഇസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അയാൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂട്ടാൻ കാരണക്കാരനാകുന്ന ഒരു ഗ്യാസ് കൂടിയാണ്. DDT കേട്ടിട്ടുണ്ടാവുമല്ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. DDT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാളൊരു ഇൻസെക്ടിസൈഡാണ്. ഫസ്റ്റ് ഹാലജൻ കണ്ടെയ്നിങ് ഇൻസെക്ടിസൈഡ് ആരാന്ന് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ആരാ? DDT. ആരാണ് DDT കണ്ടെത്തിയത്? പോൾ മുള്ളർ. DDTയുടെ ഫുൾ നെയിം അറിയാത്തവർ എഴുതി വെച്ചോ, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഇഥെയിൻ എന്നാണ് ഇവൻ്റെ പേര്. വലിയ പേരാണല്ലോ സാറേ, ഞാൻ എന്താ ചെയ്യണ്ടേ? വിട്ടേക്ക്, ഫുൾ മാർക്ക് ആവുണ്ടരുത്, വേണോ പഠിച്ചോ. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഇഥെയിൻ. CF2Cl2 എന്താ യൂസ് എന്ന് ആദ്യം പറഞ്ഞുതരാം. റെഫ്രിജറൻറ്റ്, AC, അതുപോലെ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്ററിലൊക്കെ നമ്മൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ഉണ്ട്. ചിലപ്പോൾ AC തണുപ്പില്ലാതെ വരുമ്പോൾ മെക്കാനിക്ക് വന്നിട്ട് പറയും ഗ്യാസ് ലീക്ക് ആയതാണ് പറഞ്ഞിട്ട് ഒരു കുറ്റിയിൽ നിന്ന് ഗ്യാസ് ഇറക്കണം കണ്ടിട്ടുണ്ടാവും. ആ ഗ്യാസ് ഇയാളാണ്, റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. CF2Cl2 വിളിക്കുന്ന പേരാണ് ഫ്രീയോൺ 12. ഓർക്കണേ, ഫ്രീയോൺ 12. ഇയാളുടെ ഒരു പ്രശ്നം എന്താണ്? അയാൾ ഓസോൺ ഡിപ്ലീഷന് കാരണക്കാരനാകുന്നു. ഓസോൺ പാളിക്ക് തുളഹ വീഴ്ത്തുന്ന ആളാണ്. വിട്ടേക്ക് പൊന്നുമോനെ. 3 ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഫ്രിയോൺസ്? എന്താണ് ഫ്രിയോൺസ്? ഫ്രിയോൺസ് എന്ന് പറഞ്ഞാൽ കേട്ടോട്ടറ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ഓക്കെ, കാർബണും ക്ലോറിനും ഫ്ലൂറിനും ഉണ്ടായിരിക്കണം. അപ്പോൾ കാർബണും ഫ്ലൂറിനും ക്ലോറിനും ഇതിൻ്റെ എണ്ണം ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അത് CFും CClഉം എല്ലാവരും ഉണ്ടെങ്കിൽ ഫ്ലൂറിനും ക്ലോറിനും ഉണ്ടോ, അവൻ്റെ പേരാണ് ഫ്രിയോൺ. അത് CF2Cl2 എന്നാകുമ്പോൾ അവൻ്റെ പേരാണ് ഫ്രിയോൺ 12. ക്ലിയർ അല്ലേ? ഹൗ CF2Cl2 ഇസ് പ്രിപ്പയർഡ്? NCERTയിൽ ആ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. CCl4ന് സ്വാഡ്സ് റിയാക്ഷൻ നടത്തിയിട്ടാണ് CF2Cl2 ഉണ്ടാക്കുന്നത്. എന്താടാ? CCl4ന് സ്വാഡ്സ് റിയാക്ഷൻ, ബൈ സ്വാഡ്സ് റിയാക്ഷൻ ഓഫ് CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡിനെ സ്വാഡ്സ് റിയാക്ഷൻ നടത്തിയിട്ടാണ് CF2Cl2 ഉണ്ടാക്കുന്നതെന്ന് NCERT പറയുന്നുണ്ട്. വെരി ഫേമസ് ക്വസ്റ്റ്യൻ. ക്ലോറോഫോം ഇസ് സ്റ്റോർഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇൻ ഡാർക്ക് കളേർഡ് ബോട്ടിൽസ്. വൈ? എപ്പോഴും കാണുന്ന സാധനമാണ്. ക്ലോറോഫോമിനെ കംപ്ലീറ്റ്ലി ഫിൽ ചെയ്തിട്ട് ഡാർക്ക് കളേർഡ് ബോട്ടിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക. എന്തുകൊണ്ടാണ്? ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CHCl3. ഇതിന് ഓക്സിഡേഷൻ നടക്കും. എപ്പോഴാണ് ഓക്സിഡേഷൻ നടക്കുക അറിയോ? അവിടെ എയറും സൺലൈറ്റും ഉണ്ടെങ്കിൽ അവിടെ ഓക്സിഡേഷൻ നടക്കും. എന്നിട്ട് COCl2 + HCl എന്ന് പറയുന്ന ഒരാളായി മാറും. ഈ COCl2ൻ്റെ പേരാണ് ഫോസ്ജീൻ. ഫോസ്ജീൻ ഈസ് ഹൈലി പോയിസണസ്. ഫോസ്ജീൻ ടോക്സിക് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. ബോധം കെടുത്താൻ വേണ്ടിയിട്ട് രോഗിക്ക് നമ്മൾ ഇത് ശ്വസിപ്പിച്ച് കൊടുക്കുമ്പോൾ ബോധം പോകും, പിന്നെ വരില്ല. കാരണം അവിടെ ഫോസ്ജീൻ ഉണ്ടാവും. രോഗി എന്നേക്കുമായി നമ്മളോട് വിട പറയും. അതുകൊണ്ട് പൊന്നുമോനെ, ക്ലോറോഫോമിൽ 2 ആൾക്കാർ എത്താൻ പാടില്ല. എയർ എത്താൻ പാടില്ല, സൺലൈറ്റ് എത്താൻ പാടില്ല. എയർ എത്താതിരിക്കാനാണ് കംപ്ലീറ്റ്ലി ഫില്ലായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണത്, കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് കീപ്പ് ചെയ്യണം. സൺലൈറ്റ് എത്താതിരിക്കാനാണ് ഡാർക്ക് കളേർഡ് ബോട്ടിൽസിൽ യൂസ് ചെയ്യണത്. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അരീൻ. ആൽക്കഹോൾ, ഫിനോളും, ആൽഡിഹൈഡ്, കീറ്റോണും, ബയോമോളിക്യൂൾസും എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഛേദമില്ലാത്തൊരു ഉപകാരം എന്ന നിലക്ക് നമ്മളിപ്പോൾ അത് നോമ്പൊക്കെ നോറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ റിപ്പീറ്റ് ബാച്ചിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചേക്കുക. നിങ്ങളോട് കച്ചപ്പിക്കോ, പക്ഷേ ഒന്ന് അന്വേഷിച്ചിട്ട് പോകണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കാണാൻ പറ, വെറുതെ ഒന്ന് അയച്ചു കൊടുത്തേക്ക്.
ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, നിങ്ങളുടെ മെറ്റീരിയൽസ് തരുന്നുണ്ട്. അതിൻ്റെ ഒരു ഛേദമില്ലാത്ത ഉപകാരം, ഒരു നന്ദി പ്രകടനം നിങ്ങളുടെ സ്റ്റുഡൻസിനൊന്ന്, ക്ലാസ്സിലുള്ള കൂട്ടുകാർക്ക് ഒന്ന് ചറപറ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. എടാ കൊള്ളാം, അടിപൊളിയാണ്, ഒന്ന് പോയി നോക്ക് എന്നും പറഞ്ഞൊന്ന് അയച്ചു കൊടുത്തേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട, റിപ്പീറ്റ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാതിരിക്കാൻ മറക്കണ്ട, MBBS വാങ്ങാതിരിക്കാൻ മറക്കണ്ട, എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യാതിരിക്കാൻ മറക്കണ്ട, തല ഉയർത്തി നടക്കാതിരിക്കാൻ മറക്കണ്ട.